പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുധൻ്റെ മാറ്റവും അത് ഈ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള, സാമർഥ്യമുള്ള, ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ്. നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഒരു ഗ്രഹം മാത്രമേ ജ്യോതിശക്രത്തിലുള്ളൂ. അത് ബുധനാകുന്നു. ബുധ ഫലതസ്തു സർവത. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം, ഓരോ കാലത്തിലാണ് ഫലം. സൂര്യനും ചൊവ്വയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു, വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു, ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത്. ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് ബുധൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക്, ഗാംബ്ലിംഗ്, ഊഹക്കച്ചവടം, ഭൂമിക്കച്ചവടം, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക. ആ ബുധനായിരുന്നു കഴിഞ്ഞ 60 ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ, തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത്. അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു. അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം, യുക്തി, കഴിവ്, വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിരുന്നു. അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു. ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചോളം അത്ര അനുകൂലമായ രാശിയല്ല. ബുധൻ്റെ ആശ്രയഫലവും നല്ലതല്ല. മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ്. എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. അതാണ് ബുധൻ. ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത്. ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം. ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വരുമ്പോഴുണ്ടാകുന്നു. പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു. അത് ഏകരാശിയിലാണെങ്കിൽ, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. 2 രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട്. 12, 8, 6 ഭാവങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട്. മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ്. ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തത്ര അതികഷ്ട അഷ്ടമ. ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു 8ാം ഭാവം. അവിടെ ശുഭഗ്രഹങ്ങളിൽ നിന്നാലും പാപഗ്രഹങ്ങളിൽ നിന്നാലും 8 അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അനിഷ്ടാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ, ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ. അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു? ആ 6, 8, 12 ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു? ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു? വൈകല്യമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുന്നു. എന്നാൽ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. വിശ്രുത ഗുണാഹ. ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്കെന്നാണ്. ചമത്കാര ചിന്താമണി അത് അടിവരയിട്ട് പറയുന്നു. ശതഞ്ജീവിനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാസ്തേ. അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു. അവർ 100 ആയുസ് വരെ ജീവിക്കുന്നു. നിധാനം നൃപാത് വിക്രയാത്മാ ലഭന്തേ. തൻ്റെ പരാക്രമത്തിലൂടെ, ഉത്സാഹത്തിലൂടെ രാജാവ്, അധികാരി തനിക്ക് സീറ്റ് തരും, ഇരിപ്പിടം തരും. യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ. ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും. യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും. എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു? പ്രാപ്തനാക്കുന്നു. അതാണ് ബുധൻ. നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ 12 രാശികളിലും ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും അതെപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം. ഇനി
ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. 1200 മേടമാസം 23-ാം തീയതി മുതൽ ഒരു മാസക്കാലം, ഇടവമാസം 23-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത്. കൃത്യമായി 30 ദിവസങ്ങൾ. അതായത് 2025 മെയ് മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 6-ാം തീയതി വരെയുള്ള 30 ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ 30 ദിവസക്കാലം ധാരാളമാണ്. കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ. അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ, ബ്രോക്കർ, ഏജൻറ്റ്, ദൗത്യം നിർവഹിക്കുന്ന ആൾ, മധ്യസ്ഥൻ, ഊഹക്കച്ചവടം, രജിസ്ട്രേഷൻ, ആധാരം, പ്രമാണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ. ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യും. ഈ 30 ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ചാരവശാലുള്ള ബുധൻ്റെ മേടരാശിയിലേക്കുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. ഇത്ര ദിവസവും മേടം 1 മുതൽ തുലാൻ രാശിക്കാർക്ക് സൂര്യനായിരുന്നു 7-ൽ നിന്നത്. 7-ാം ഭാവം എന്തൊക്കെയാണ്? ദാമ്പത്യമാകുന്നു, ഭാര്യാഭർത്തൃ ബന്ധമാകുന്നു, തൻ്റെ യാത്രയാകുന്നു. അതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം സൂര്യൻ അവിടെ 7-ാം ഭാവത്തിൽ നിന്നു. ആ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. 7-ൽ സൂര്യൻ വന്നാൽ സ്ത്രീബിർഗത പരിഭവം മതകേ പതങ്കേ. 7-ൽ സൂര്യൻ വന്നാൽ സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാക്കുമെന്നൊരു ഫലമുണ്ട്. ആ സൂര്യൻ അവിടെ ഉച്ചസ്ഥനാണ്. പാപഗ്രഹം ഉച്ചത്തിൽ വന്നാൽ അതിൻ്റെ ദൗർബല്യത്തെ, അതിൻ്റെ വിഷമത്തെ കൂടുതലാക്കുകയാണ് ചെയ്യുക. അതാണ് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. പാപഗ്രഹം ഒരു ഭാവത്തിൽ വന്നാൽ, ഉച്ചസ്ഥനായി വന്നാൽ ആ ഭാവത്തിന് നന്മയല്ല ഉണ്ടാക്കുക, പലപ്പോഴും പ്രയാസങ്ങളാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് 7-ൽ സൂര്യൻ വരുമ്പോൾ സ്ത്രീബിർഗത പരിഭവം മതകേ പതങ്കേ എന്ന് ഹോരാചാര്യർ സമർത്ഥിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് പരിഭവം കൊടുക്കും. അത് ഭാര്യക്കാണോ അന്യ സ്ത്രീകൾക്കാണോ എന്ന് നാം ചിന്തിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, ചമത്കാര ചിന്താമണിയിൽ 7-ൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ദ്യുനാഥോയതാ ദ്യൂന യാതോ നരസ്യ പ്രിയാതാപനം പിണ്ടപീഡാച ചിന്ത. തനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും? പ്രിയാതാപനം, തൻ്റെ ഭാര്യ, പ്രിയപ്പെട്ടവൾക്ക് താപനം, ദുഃഖമുണ്ടാക്കും താൻ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പിണ്ടപീഡ, ഇവിടെ പിതൃക്കളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു യോഗം കൂടി പറഞ്ഞിട്ടുണ്ട്. ഭവേ തുച്ഛലബ്ധിർ ക്രയേ വിക്രയേബി, വ്യാപാരത്തിൽ തുച്ഛമായ വരവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രതിസ്പർദ്ധയാ നെയ്തി നിദ്രാം കഥാചിത്, ശത്രു കാരണം ഉറങ്ങാൻ കഴിയില്ല. ഈ സൂര്യൻ വൃശ്ചികത്തിൽ നിൽക്കുകയാണെങ്കിൽ 7-ാം ഭാവത്തിൽ ഇടവലഗ്നമായി വൃശ്ചികത്തിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മേടലഗ്നമായി തുലാത്തിൽ നിൽക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന ഫലം വളരെ അപകടമായിരിക്കും. അത്രത്തോളം അപകടം ഉണ്ടാക്കില്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ നാം ഇവിടെ മനസ്സിലാക്കണം, ബുധൻ മാറിക്കഴിഞ്ഞു. ആ ബുധൻ സൂര്യനോടുകൂടി നിപുണയോഗം ചെയ്തു. ആ ബുധനിത ഉച്ചസ്ഥനായ സൂര്യനോടുകൂടി യോഗം ചെയ്തു. മൗഢ്യമില്ല. ഈ ബുധൻ ആരാണ്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബുധൻ തുലാൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനാണ്, 9-ാം ഭാവാധിപനാണ്. അതാണ് സൂര്യനോടുകൂടി 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ മേൽപ്പറഞ്ഞ പല ദോഷങ്ങൾക്കും ഈ ബുധൻ പരിഹാരമുണ്ടാക്കും. മനസ്സിലായില്ലേ? ഈ ബുധൻ ഭാഗ്യാധിപനാണ്. ലഗ്നാൻ പുത്രകളത്രവേ ശുഭോതി പ്രാപ്തേ അഥവാ ആരോഗ്യതേ. ഭാഗ്യാധിപൻ 7-ാം ഭാവത്തിൽ വന്നാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പുതിയ ബന്ധുക്കൾ വരും, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. തൻ്റെ യാത്ര ഇതാ തയ്യാറായി വരുന്നു. തനിക്ക് യാത്ര ചെയ്യുവാനുള്ള അസുലഭമായ ഒരു അവസരം ഈ ബുധൻ നിപുണയോഗം ചെയ്തുകൊണ്ട് സൂര്യന് പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ തുലാരാശിക്കാർക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം വളരെ അനുകൂലമാണ്. ഈ ബുധൻ വൈകല്യവാനാണ്, 12-ാം ഭാവാധിപനാണ്. ബുധൻ എന്ത് വൈകല്യം ഉണ്ടാക്കും? 7-ാം ഭാവവുമായി ബന്ധപ്പെടുന്ന സ്ഥലത്ത് രോഗങ്ങളും വ്രണങ്ങളും ഉണ്ടാക്കും. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ത്വഗ്രോഗം ശ്രദ്ധിക്കണം. ശാരീരികമായി നമ്മൾ അണ്ടർവെയർ ധരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ വളരെ ചൂടുള്ള സമയമാണ്, സ്കിൻ പ്രോബ്ലം വരും പെട്ടെന്ന് തന്നെ. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. യാത്ര അനുകൂലമായി വരും. സുതശീതകോ സപ്തമസ്ഥോ യുവത്യാ വിധത്തെ മുതം തുച്ഛവീര്യം ച ഭോഗേ അനസ്ഥംഗതോ ഹേമവത് ദേഹശോഭാം ന ശക്നോതി തൽ സമ്പദോ വാ നകർത്തും.
ഏഴിൽ ബുധൻ വന്നാൽ അവിചാരിതമായി ധനലാഭമുണ്ടാകും. ഭാഗ്യാധിപനാണ്. നിപുണയോഗമാണ്. അവിടെയാണ് നിപുണയോഗം പ്രവർത്തിക്കുക. അതിനാൽ സ്ത്രീലാഭമുണ്ടാകുന്നു. ബുധനെ കൊണ്ട് ചിന്തിക്കുന്ന മറ്റ് മേഖലകളിലെല്ലാം തന്നെ, വ്യാപാരത്തിലെല്ലാം തന്നെ ധനമുണ്ടാകുന്നു. യുവതികളുമായി രമിക്കുന്നു. കന്നിരാശിക്ക് ഞാൻ ഫലം പറഞ്ഞു, സ്ത്രീ വിഷയത്തിൽ പെട്ടുപോകും. ഇവിടെ അങ്ങനെയല്ല. സ്ത്രീകളുമായി രമിക്കും, സ്ത്രീ സൗഹൃദം വരും, ധാരാളം സ്ത്രീകൾ തന്നെ നോക്കി വരും, താൻ ആസ്വദിക്കും സ്ത്രീകളെ എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ദേഹശോഭയെ ആർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ല. സമ്പത്തിനെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തുലാം രാശി വ്യാപാര രാശിയാണ്, നിങ്ങൾ ചിന്തിക്കണം. അതിനാൽ വ്യാപാര വിഷയത്തിൽ ഊഹക്കച്ചവടം, ഭൂമി കച്ചവടം, പല വിഷയത്തിലും വളരെ അനുകൂലമായി വ്യാപാരം ചെയ്ത് കാശുണ്ടാക്കാൻ തുലാം രാശിക്കാർക്ക് അനുകൂലമാണ് ഒരു മാസക്കാലം. ഞാൻ സൂചിപ്പിച്ചു, മെയ് 15 വരെ തുലാം രാശിക്കാർക്ക് അഷ്ടമ വ്യാഴമാണ്. അതിൽ നിന്നും തുലം വിഭിന്നമായി മെയ് 15 വ്യാഴം മാറുകയാണ്. അതിനുള്ള ഒരു മുന്നോടിയായി, അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പുകൾ ഏറ്റെടുക്കൽ നടത്തിക്കൊണ്ട് തുലാം രാശിക്കാർക്ക് ആർത്ഥികം ധനപരമായ ഒരു നല്ല അഭിവൃദ്ധി പ്രദാനം ചെയ്യും ഈ ബുധൻ. അതിനാൽ കാത്തിരിക്കുക. നരസിംഹക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന ചെയ്യുക. ബുധൻ നന്മകൾ പ്രദാനം ചെയ്യും തുലാം രാശിക്കാർക്ക്. ഇത്ര കാലം കഴിഞ്ഞ 2 മാസം നീചസ്ഥനായി മകരത്തിൽ നിന്നു ഒന്നും സംഭവിക്കുക. അച്ഛൻ ശത്രുവായി, പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ പ്രയാസങ്ങളായി, ബ്രോക്കർമാർ ഉപദ്രവിച്ചു. അതിൽ നിന്ന് മാറി ഇതാ പൂർവികമായ സ്വത്ത് ലഭിക്കുന്നു. വിവാഹത്തിന് അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളുമൊക്കെ എന്ത് ചെയ്യുന്നു? വിവാഹ വിഷയത്തിലോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട നിശ്ചയങ്ങൾ മുതലുള്ള ഫിക്സേഷൻ മുതലുള്ള വിഷയങ്ങൾക്കോ ബന്ധുക്കളായി ഇവരൊക്കെ നമ്മളോട് സഹവർത്തിത്വം പുലർത്തുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് വരുന്നത്. മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാം അനുകൂലമായി വരട്ടെ. എല്ലാ പ്രിയപ്പെട്ട തുലാം രാശിക്കാർക്കും വളരെ ശോഭനമായ നല്ല ഒരു മാസക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.